മാത്രം യേശുവിനെ അനുഗമിക്കുമ്പോൾ അത് ശരിയായ ഒരു അനുധാവനമല്ല. നിന്റെ മക്കൾക്ക് വിസ കിട്ടാനായിട്ട്, ജോലി ശരിയാവാനായിട്ട് മാത്രം കോട്ടാജാനകത്തിൽ വരികയാണെങ്കിൽ അത് ശരിയായ ഒരു ഭക്തിയല്ല, ശരിയായ ഒരു വിശ്വാസമല്ല എന്ന് ഈശോ നമ്മോടിന്ന് തിരുത്തി കൊടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ രണ്ടാമതൊരു കാര്യം, അപ്പത്തിന് വേണ്ടി, സമൃദ്ധിക്ക് വേണ്ടി ഈശോയുടെ കൂടെ നടക്കാൻ നേരത്തെ രണ്ടാമത്തെ കാര്യം, കുറച്ച് കഴിയുമ്പോൾ ആള് കളിക്കാൻ തുടങ്ങും. ശരിയായ ഉദ്ദേശത്തോടു കൂടിയല്ല യേശുവിനെ അനുഗമിക്കുന്നില്ലെങ്കിൽ 3 കാര്യങ്ങൾ സംഭവിക്കും. ആ 3 കാര്യങ്ങള് ബൈബിള് ശരിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ലൂക്കായുടെ സുവിശേഷം 18:15, ലൂക്കായുടെ സുവിശേഷം 9:49, ലൂക്കായുടെ സുവിശേഷം 9:51. ഈ 3 ഭാഗങ്ങളില് ശരിയായ ഉദ്ദേശത്തോടു കൂടെ അല്ല യേശുവിനെ നീ അനുഗമിക്കുന്നില്ലെങ്കിൽ 3 തിന്മകൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു കയറും. ഒന്ന്, എന്താണ്? നീ ആള് കളിക്കാൻ തുടങ്ങും. നമുക്കറിയാം, ശിശുക്കളെ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ നേരത്തെ ശിഷ്യന്മാർ എന്താ ചെയ്തേ? ബാബാ എന്ന് പറഞ്ഞോ? ഇല്ല, അവര് പറഞ്ഞു പറ്റത്തില്ല. ആള് കളിക്കാൻ തുടങ്ങി. ഈശോ എന്താ പറഞ്ഞേ? ശിശുക്കളെ എന്റെ അടുത്ത് വരുവാൻ അനുവദിക്കും. പിന്നെ നമുക്ക് കാണാൻ സാധിക്കും ലൂക്ക 9:49, കൂടെ നടക്കാതെ ഈശോയെ, ഞങ്ങൾ ഒരു മനുഷ്യനെ കണ്ടു, അവൻ നമ്മുടെ കൂടെയല്ല, എന്നാലും നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നു, ഞങ്ങൾ അവനെ തടഞ്ഞു. ഈശോ തടയാൻ പറഞ്ഞോ? അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞോ? ഇല്ല, ഈശോ തടയണ്ടാന്നേ. ശിഷ്യന്മാർ ആള് കളിക്കാൻ തുടങ്ങി. അവിടെ ശിഷ്യന്മാര് യേശുവിനെ വെച്ചുകൊണ്ട് ആള് കളിക്കാൻ തുടങ്ങി. ലൂക്കായുടെ സുവിശേഷം 9:51, സമരിയാക്കാർ യേശുവിനെ തിരസ്കരിച്ചപ്പോൾ ഈശോയെ, ഞങ്ങൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ ദഹിപ്പിക്കാൻ പ്രാർത്ഥിക്കട്ടെ. ശിഷ്യന്മാർ എന്താണ്? സഹനങ്ങൾ വന്നപ്പോൾ, തിരസ്കാരങ്ങൾ വന്നപ്പോൾ എന്താണ്? ശിഷ്യന്മാർക്ക് സഹിച്ചില്ല. യേശുവിന് വേണ്ടി സകലത്ത് വിട്ടെറിഞ്ഞു വന്നവരാന്നേ. യേശുവിന് വേണ്ടി വള്ളവും വലയും കുടുംബത്തെയും ഭാര്യയും മക്കളെയും സകലമാന സൗകര്യങ്ങളും വിട്ടേക്കുന്ന ശിഷ്യന്മാര് സമരിയാക്കാരുടെ കയ്യിൽ നിന്ന് ചെറിയൊരു തിരസ്കാരം ഉണ്ടായപ്പോൾ ശിഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല, അംഗീകരിക്കാൻ സാധിച്ചില്ല. അത് പറയാണ്, ഈശോയെ, ഞങ്ങൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ ദഹിപ്പിക്കാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് ശിഷ്യന്മാർ ചോദിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതായത് ശരിയായ ഉദ്ദേശത്തോടു കൂടിയല്ല ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും യേശുവിനെ പിൻചെല്ലുന്നില്ലെങ്കിൽ 3 തരത്തിലുള്ള തിന്മകൾ അവർ ജീവിതത്തിൽ ചെയ്യും. ഒന്ന്, എന്താണ്? യേശുവിനെ മാർക്കറ്റ് ചെയ്യും. യേശുവിനെ വിറ്റ് ഉപജീവനം കഴിക്കുന്നവർ. യേശുവിന്റെ വചനങ്ങളായിരിക്കാം, ഒരുപക്ഷെ പേടിപ്പിച്ചിട്ടായിരിക്കാം. ശാപം, എനിക്ക് ശാപം ഉണ്ടാവട്ടെ, ഞാൻ ഒന്ന് ശപിക്കുകയാണ് യേശുവിന്റെ പേരിൽ. എന്താണ്? യേശു ആരെ ശപിച്ചിട്ടില്ല, എന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ശപിക്കാൻ തുടങ്ങും യേശുവിന്റെ പേരിൽ. യേശുവിന്റെ പേര് പറയുകയാണ്, നീ കുടുംബവും നല്ലതാവത്തില്ല, ശപിക്കാൻ തുടങ്ങും. രണ്ടാമത്തെ കാര്യം എന്താ? യേശുവിന്റെ പേരിൽ പണം പിരിവ്. മൂന്നാമത്തെ പേരെന്താ? യേശുവിന്റെ പേരിൽ ഭയപ്പെടുത്തൽ. അപ്പോൾ യേശുവിനെ ശരിയായി അനുഗമിച്ചില്ലെങ്കിൽ 3 തരത്തിലുള്ള എന്താണ് തിന്മകൾ, അല്ലെങ്കിൽ 3 തരത്തിലുള്ള എന്താണ് അധപതനങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഒന്ന്, ശാപത്തിന്റെ പേരുള്ള ഭയപ്പെടുത്തല്, അല്ലെങ്കിൽ എന്താണ് യേശുവിൽ അനാവശ്യമായ പണം സമ്പാദിക്കൽ. 3, യേശുവിന്റെ പേരിൽ ഭയപ്പെടുത്തൽ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈശോയെ കരുണയായിരിക്കണമേ. ഈശോയെ അനുഗമിക്കുമ്പോൾ ഈശോയെ നിന്നെ പണത്തിനും പ്രശസ്തിക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി മാത്രം അനുഗമിക്കാതെ ഈശോയെ നിന്നെ മുഴുവനായി സ്നേഹിച്ച് അനുഗമിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ വചനം പറയുന്ന കാര്യമാണ്, യേശുവിനെ എങ്ങനെ അനുഗമിക്കണം, യേശുവിനെ നമ്മൾ എന്ത് ഉദ്ദേശത്തോടെ അനുഗമിക്കണം. ഈശോ പറയും, എന്ത് തരും, കർത്താവ് എന്ത് തരും, എത്ര തരും എന്ന് കണക്ക് കൂട്ടാതെ എന്താണ് യേശുവിനെ അനുഗമിക്കാനാണ് ഈശോ പഠിപ്പിക്കുക. ഞാൻ കോട്ടാ ധ്യാന കേന്ദ്രത്തിൽ പോയാൽ, ഞാൻ മലയാറ്റൂര് പോയാല്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ധ്യാന കേന്ദ്രത്തിൽ പോയാൽ എനിക്ക് എത്ര അനുഗ്രഹം കിട്ടും,
എനിക്ക് എന്ത് കിട്ടും എന്ന് കണക്ക് കൂട്ടി നോക്കാതെ യേശുവിനെ അനുഗമിക്കുക, വചനം കേൾക്കുക എന്നാണ് ഈശോ പഠിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ യേശു എന്ത് തരും എന്ന് കണക്കൂട്ടി നോക്കാതെ യേശു ആരെന്ന് മനസ്സിലാക്കുക. എന്താണ് എന്ത് ചെയ്യട്ടെ? യേശു ആരെന്ന് മനസ്സിലാക്കി അനുഗമിക്കുക. എന്ത് കിട്ടും, യേശു എനിക്ക് എത്ര തരും, എന്തെല്ലാം തരും എന്ന് കണക്കൂട്ടി അനുഗമിക്കാതെ യേശു ആരെന്ന് മനസ്സിലാക്കി യേശു ആരെന്ന് അനുഭവിച്ച് ഈശോയെ അനുഗമിക്കാനാണ് ഈശോ പഠിപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് ഈശോ തന്റെ ശിഷ്യന്മാരായി ചേർക്കുക. യേശു ആരെന്നറിഞ്ഞവരെ, യേശു അനുഭവം ഉള്ളവരെയാണ് ഈശോ തന്നെ അനുഗമിക്കുവാനായിട്ട് ക്ഷണിക്കുക, വിളിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 15 അവിടെ ഈശോ ചോദിക്കുന്നുണ്ട്, ഞാൻ ആരെന്നാണ്, മനുഷ്യപുത്രൻ ആരെന്നാണ് പറയുന്നത്? പലരും പല അഭിപ്രായം പറഞ്ഞു. പത്രോസ് എന്നാ പറഞ്ഞത്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് എവിടുന്നാ വന്നേ? പത്രോസേ, ഇത് മാംസ രക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തും. പിന്നെ ആരെ വെളിപ്പെടുത്തി തന്നത്? എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ഈശോ നിർത്തുന്നില്ല, പറയുന്നുണ്ട്, പത്രോസേ, ഈ ദൈവാനുഭവമാണ് എന്നെ അനുഗമിക്കുന്നതിനടുത്ത് എനിക്ക് വേണ്ടത്. അല്ലാണ്ട് കോട്ടെ പോയി എത്ര അനുഗ്രഹം കിട്ടും, അങ്ങ് മലയാറ്റൂർ എത്ര അനുഗ്രഹം കിട്ടും, അല്ലെങ്കിൽ വേളാങ്കണ്ണി പോയി എത്ര അനുഗ്രഹം കിട്ടും, ഇങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ട് ഒരു കള്ളനെ മാതിരി ദുഷ്ടലാക്കോടുകൂടെ എന്റെ പിന്നാലെ വരുന്നവനല്ല എനിക്ക് വേണ്ടത്. പിന്നെ എന്നാരാണ്? ഞാൻ ആരെന്ന് അനുഭവിച്ച് മനസ്സിലാക്കി വരുന്നവനെയാണ് എനിക്ക് ആവശ്യം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ പത്രോസിനോട് ഈശോ പറയുക, പത്രോസേ, നീയാടാ എന്നെ അനുഗമിച്ച യോഗ്യൻ. അതുകൊണ്ട് സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നവ സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അടിക്കുന്നത്. യോഹന്നാൻ 21:15. യോഹന്നാൻ 21:15 പത്രോസിനെ സഭയുടെ ഒരു പ്രധാനപ്പെട്ട ചുമതല ഏൽപ്പിക്കുകയാണ്. സഭയുടെ ഒരു പ്രധാനപ്പെട്ട ചുമതല ഏൽപ്പിക്കുകയാണ്. എന്താണ്? സഭയുടെ ഇടയനായിട്ട് പത്രോസിനെ ഏൽപ്പിക്കുകയാണ്. ഈശോ ടെസ്റ്റ് ചെയ്യുന്നത് അവന്റെ എന്താണ്? ഭാഷാ പ്രാവീണ്യോ അവന്റെ സംഘാടക ശക്തി ഒന്നുമല്ല. ഈശോ എന്താ ചോദിക്കുന്നത്? നീ എന്നെ എന്താ ചെയ്യുന്നത്? ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ ഈശോ ഒരു ചുമതല ഏൽപ്പിക്കാൻ നേരത്തെ ഈശോനെ അനുഗമിക്കാനായിട്ട് 24 hours ജീവിതകാലം പത്രം ഈശോനെ അനുഗമിക്കാനായിട്ട് ഒരു പരീക്ഷ ഇട്ടു. ആ പരീക്ഷ എന്ന് പറഞ്ഞത് അവന്റെ ഭാഷാ പ്രാവീണ്യോ സംസാര പാഠമോ ബുദ്ധിശക്തിയോ മേധാശക്തിയോ ഇച്ഛാശക്തിയോ ഒന്നുമല്ല ഈശോ നോക്കുന്നത്. പിന്നെ എന്താ നോക്കുന്നത്? യോഹന്നയുടെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈശോയെ അനുഗമിക്കാൻ നമുക്ക് വേണ്ട ഒരേ ഒരു ക്വാളിഫിക്കേഷൻ ആണ് എന്ത്? സ്നേഹം. ഈ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ ഈ അച്ഛനായാലും കന്യാസ്ത്രീകളാണെങ്കിലും മെത്രാനാണെങ്കിലും അൽമാനാണെങ്കിലും ഈശോയെ അനുഗമിക്കാൻ സത്യത്തിലും ആത്മാവിലും സത്യത്തിലും ഈശോയെ അനുഗമിക്കാൻ സാധിക്കണമെങ്കിൽ ഈശോയുടെ സ്നേഹം ഉണ്ടാവണം. ഇല്ലാത്തവന്മാരൊക്കെ, അത് അച്ഛനായിക്കൊള്ളട്ടെ, മറ്റുള്ളവരായിക്കൊള്ളട്ടെ, കന്യാസ്ത്രീകളായിക്കൊള്ളട്ടെ, അൽമാരായിക്കൊള്ളട്ടെ, ആരായിക്കൊള്ളട്ടെ, ഈശോയോടുള്ള സ്നേഹമല്ലാതെ ആരെങ്കിലും ഈശോ അനുഗമിക്കുന്നെങ്കിൽ അത് സംശയിക്കപ്പെടേണ്ട ഒരു അനുധാവനമാണ്. അത് വേറെ എന്തോ ഒരു ഉദ്ദേശത്തിലൂടെ അനുഗ്രഹത്തിനായിരിക്കാം, തടസ്സങ്ങൾ മാറാനായിരിക്കാം. ഇതൊന്നും വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ പ്രഥമം ദൈവസ്നേഹത്താലായിരിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ എന്താണ്? ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ അനുധാവനം ചെയ്യുക. ഈശോയെ അനുഗമിക്കുന്നതിന് കാരണം എനിക്ക് എന്താണ്? ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകൾ, അല്ലെങ്കിൽ കുറുനരികൾക്ക് മാളങ്ങൾ. ഒരു മാളങ്ങളോ സുരക്ഷിത സങ്കേതങ്ങളോ അല്ലെങ്കിൽ സുരക്ഷയോ സുഭിക്ഷതയോ ഒന്നും ആയിരിക്കരുത്. ഈശോയെ അനുഗമിക്കുവാൻ, ഈശോയെ പിൻചെല്ലുവാൻ ഇവിടെ ഈ കോട്ട ധ്യാന കേന്ദ്രത്തിലും
തത്സമയവും അച്ഛനെ കേൾത്ത് നിങ്ങളെ പ്രേരിപ്പിക്കേണ്ട ഘടകം, മറിച്ച് എന്താണ് പഠിപ്പിക്കുന്ന കാര്യമാണ്. എന്ത്? 1 യോഹന്നാൻ 4:8. 1 യോഹന്നാൻ 4:8. കാരണം എന്താണ്? ദൈവം സ്നേഹമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ അനുഗമിക്കുവാൻ, വചനം കേൾക്കുവാൻ, ഈശോയെ അടുത്ത് ചെല്ലുവാൻ ഉള്ള ഒറ്റ ഒരു കാരണം എന്താണ്? പറ. ദൈവം സ്നേഹമാണ്. വേറെ ഒരു കാരണമല്ല. വേറെ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും, എന്നെ കേൾക്കുന്ന സഹോദരന്മാരായിക്കൊണ്ടിട്ട് യേശുവിനെ അനുഗമിക്കുന്നെങ്കിൽ അത് തെറ്റായ ഒരു അനുധാവനമാണ്. ഈശോയെ അനുഗമിക്കാൻ ഒരേ ഒരു കാരണം, ഈശോയുടെ അടുത്ത് വരാൻ ഒരേ ഒരു കാരണം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. കാരണം എന്താണ്? ഈശോ സ്നേഹമാണ്. 1 യോഹന്നാൻ 4:8. എന്താണ്? ദൈവം സ്നേഹമാകുന്നു, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ വീണ്ടും തിരിച്ചു വരണേ. ഈശോയെ അനുഗമിക്കുന്നത് ശരിയാവണമെങ്കിൽ 2 കണ്ടീഷൻസ്, 2 നിബന്ധനകൾ കൂടെ ഇന്ന് പറയുന്നുണ്ട്. ലൂക്ക 9. മറന്നുപോയ നമ്മൾ എവിടെ എത്തിയ? ലൂക്കായുടെ സുവിശേഷം 9:57 തിരിച്ചു വരാം. അവിടെ ഈശോ 2 കാര്യം പറയുന്നുണ്ട്. എന്താണ്? ഒന്ന്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ. ഇതിനർത്ഥം എന്താ? ഈശോ പറയുന്നതാണ് മരിച്ചവർ ആദ്യം പോയി എന്റെ അപ്പനെ അടക്കുവാൻ എനിക്ക് അനുവാദം തരണം. ഈശോ പറയുന്നതാണ് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ. എന്താണ്? നീ ലോകത്തിന് മരിച്ചവരാണ്. ജഡികമായി മരിച്ചവരുണ്ട്, ലൗകിക കാര്യങ്ങൾ നോക്കുന്നവരുണ്ട്, ജഡികമായി ജീവിച്ച് ആത്മാവിൽ മരിച്ചുപോയവരുണ്ട്. അവര് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കട്ടെ. നീ ആത്മീയമായി ദൈവത്തിന് മരിച്ചവനാണ്. അപ്പോൾ എന്താണ്? ഈശോയെ അനുധാവനം ചെയ്യുന്നവൻ ലോകത്തിന് മരിച്ചവനായിരിക്കണം. ലോകത്തിന്റെ ദൃഷ്ടിയിൽ മരിച്ചവനായാൽ മാത്രമേ ഈശോനെ 100% ആത്മാർത്ഥതയോടെ ഈശോയെ അനുഗമിക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്താണ്? കലപ്പയിൽ മേൽ കൈപിടിച്ച ശേഷം പിന്തിരിഞ്ഞു നോക്കുന്നവരാരും ദൈവരാജ്യത്തിന് യോഗ്യരല്ല. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:13. പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:13. എന്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ച് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ ഓടുന്നു. ഹല്ലേലൂയ. പൗലോസ് ശ്ലീഹ പറയുന്ന മനോഹരമായ ദൈവവചനമാണ്. എന്റെ പിന്നിലുള്ളവയെ ഞാൻ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഓടുന്നു. കലപ്പയെ നമുക്കറിയാം, നിലമൊക്കെ ഒഴുവാൻ നേരത്ത് കണ്ണ് മുൻപോട്ടായിരിക്കണം. ശരിയാവണ്ണം നിലം ഉരുവണമെങ്കിൽ കണ്ണ് മുൻപോട്ടായിരിക്കണം. ഇങ്ങനെ പിടിച്ച് ഉഴുതാൻ നമുക്ക് ശരിയായിട്ട് ഉഴുതാൻ സാധിക്കുകയില്ല.